ഹായ് ടീം, ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ട്രേഡിംഗ് വ്യൂ നമ്മൾ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി ട്രേഡിംഗ് വ്യൂ എങ്ങനെയാണ് അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂ എന്താണ്, അത് സിസ്റ്റത്തിൽ എങ്ങനെ യൂസ് ചെയ്യാം, അതിൻ്റെ ടൂൾസുകൾ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആളുകൾ ഫോണിൽ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് വ്യൂ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ബ്ലാക്കിൽ കാണുന്ന ഈ ഒരു ആപ്പാണ് വരിക. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക. ദെൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റ്, അതുപോലെ തന്നെ ചാർട്ട്, എക്സ്പ്ലോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മെയിലായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി എൻ്റെ മെയിൽ കണക്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഓട്ടോമാറ്റിക്കലി അത് ഫെച്ചായിട്ട് വരുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ മെയിൽ വെച്ച് കണക്ട് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സിസ്റ്റത്തിലും ഫോണിലും സെയിം മെയിൽ വെച്ച് കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിലെങ്കിലും ഒന്നിൽ നിങ്ങൾ അനാലിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ വരുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം ഡിലീറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യാം, ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഇനി ഇവിടെ ഈ ഒരു കോർണറിൽ ഈ ഒരു 3 ബട്ടൺ കൊടുത്ത് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡിലീറ്റിൻ്റെ ഓപ്ഷന് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ വാച്ച് ലിസ്റ്റിലോട്ട് എന്ത് ചെയ്യണം, അതെല്ലാം നമ്മൾ ക്ലീൻ ആക്കുക. ആദ്യം വാച്ച് ലിസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് പുതിയ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് ഈ പ്ലസ് ബട്ടൺ കൊടുത്തിട്ട് നമുക്ക് എന്താണോ വേണ്ടത്, ഇപ്പോൾ നമുക്ക് XAUSD, GBP USD, Euro USD അതിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്കത് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ Euro USD എന്ന് ഇവിടെ സെർച്ച് ചെയ്തിട്ട് അതിൽ forex.comൻ്റെ ഓക്കെ ഇവിടെ ഈ കാണുന്ന ഇത് forex.comൻ്റെ എന്ത് ചെയ്യുക, ആ പ്ലസ് ബട്ടൺ ഉണ്ട് അവിടെ, പ്ലസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ടിക്കായിട്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മൾ വാച്ച് ലിസ്റ്റിലോട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ GBP USD അതുപോലെ തന്നെ Euro USD, XAUSD 3 മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ഫുൾ ചാർട്ട് ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്മേൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു ആരോ മാർക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു സ്ക്വയർ ബോക്സ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ഫുൾ ചാർട്ട് കിട്ടും. പിന്നെ ഫോണിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഹൊറിസോണ്ടലായിട്ട് വേണം ഫോൺ പിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഫോൺ ചാർട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സിസ്റ്റം തന്നെയാണ്, വലിയ സ്ക്രീൻ തന്നെയാണ്. ഇനി ഇതിൽ ഒരു ചാൻസ് ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഫോണിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ GBP USDൻ്റെ ചാർട്ടാണ്. ഈ ചാർട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റി കൊടുക്കാൻ പറ്റും. ദെൻ അതിൻ്റെ താഴെ ഇവിടെ ടൈം ഫ്രെയിമുകൾ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ 50 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം മാത്രം എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇനി 15 മിനിറ്റ് ടൈം ഫ്രെയിം മാറ്റുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്കിവിടെ വേണ്ട ടൈം ഫ്രെയിം എന്ത് ചെയ്ത് കൊടുക്കാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ പെൻസിലിൻ്റെ ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ടൂൾസുകൾ സെലക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏതൊക്കെ ടൂൾ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഓൾറെഡി ഞാൻ മറ്റേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ടൂളുകൾ ഇവിടെ കിട്ടും. ദെൻ ഇതിൽ തന്നെ സെപ്പറേറ്റ് കാറ്റഗറീസ് ഉണ്ട്, ഗ്യാങ് ഉണ്ട്, അതുപോലെ തന്നെ പാറ്റേൺസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ടൂളുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ടൂൾസുകളുടെ ഓപ്ഷൻ ഇവിടെ വരും. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ ഒരു സിമ്പിളിൽ പെൻസിലിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്ഷൻ വരിക. അപ്പോൾ ഇൻഡിക്കേറ്റർ നമുക്ക് ICT IPD ബോക്സ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് ഇത് സ്റ്റാർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡീഫോൾട്ടായിട്ട് നമ്മൾ ചാർട്ടിൽ വന്നോളും. ഓക്കെ, പിന്നെ ഈ ഒരു ആംഗിളിൽ നമുക്ക് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ കാണാൻ പറ്റും. ദെൻ ഈ ഒരു ആംഗിൾ അതിൻ്റെ ഡേറ്റ് ടൈമും കാണാൻ പറ്റും. ഇത് ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴ്സർ വെച്ചിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ഡേറ്റും ടൈമൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് എവിടെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് സ്ക്രോൾ ചെയ്ത് മാറ്റി കൊടുക്കാൻ പറ്റും. ദെൻ നമുക്ക് സൂമിനും സൂം ഔട്ടൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എങ്ങനെയൊക്കെയാണ് ഡ്രോ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മെയിൻലി നമ്മൾ മാക്സിമം എന്ത് ചെയ്യാൻ നോക്കാം, വലിയ സ്ക്രീനിൽ നോക്കാം. ചെറിയ സ്ക്രീൻ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടാവും. ചാർട്ടും കാര്യങ്ങളൊക്കെ സെയിം ആണ്, പക്ഷെ നമ്മൾ നോക്കുന്ന ടൈമിൽ നമുക്ക് പ്രീവിയസ് ഡാറ്റാസ് ഒന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഒരു കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മൊബൈലിൽ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ.